ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടനാ നിർമ്മാണ സഭയാണ് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു ഭരണഘടനയുടെ ചുമതലകളാണ് അടുത്തതായിട്ട്. ഭരണഘടന ഏകോപനവും ഉറപ്പും അനുവദിക്കുന്നു. സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുന്നു. പിന്നെ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കുന്നു. പൗരനുമേൽ ഗവൺമെൻറ്റിന് ചുമത്താവുന്ന അധികാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നു. ഈ പരിധികൾ മൗലികമാണ്, കാരണം ഇവ ഗവൺമെൻറ്റുകൾക്ക് ഒരിക്കലും ലംഘിക്കുവാൻ പാടില്ല. പിന്നെ സമൂഹത്തിൻ്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിനാവശ്യമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയവയ്ക്ക് ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കുന്നു. പിന്നെ ജനങ്ങൾ വ്യതിരിക്തമായ ഒരു കൂട്ടമെന്ന നിലയിൽ നിലനിൽക്കുന്നതിന് അടിസ്ഥാന കാരണമാകുന്നു. മേൽപ്പറഞ്ഞ ചുമതലകൾ എല്ലാം നിർവഹിക്കുന്ന ഒരു പ്രമാണത്തെ അഥവാ ഒരു കൂട്ടം പ്രമാണങ്ങളെയാണ് ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഒരു ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് ജനാധിപത്യപരവും ജനങ്ങളുടെ ക്ഷേമത്തോട് പ്രതിബദ്ധത പുലർത്തുന്നതുമായിരിക്കണം എന്നതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നാൾവഴികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1887 വിപ്ലവത്തിൽ പങ്കാളികളായവർ സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ്. പിന്നെ ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായകമായി. ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 പിന്നെ INCയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കെതിരായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക എന്നിവയാണ്. പിന്നെ ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹികതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കിയിരുന്നു. പിന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച കാഴ്ചപ്പാടുകളാണ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക രീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കളുടെ ആഗ്രഹം. പിന്നെ മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി 1928 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനമാണ്. പിന്നെ 1928 നെഹ്റു റിപ്പോർട്ടും 1931 കറാച്ചി സമ്മേളനത്തിലെ പ്രമേയവും പൊതുവായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉന്നയിച്ച വിഷയങ്ങളാണ് സാർവത്രിക വോട്ടവകാശം, സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങിയവയാണ്. INC ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ട വർഷമാണ് 1934. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകളാണ് അടുത്തതായിട്ട്. 6 പ്രവിശ്യകളും ദ്വിമണ്ഡല സഭകൾ ഉണ്ട്. പിന്നെ 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഉള്ളത്. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയാണ്. പിന്നെ ദുർബല വിഭാഗം, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. പിന്നെ അടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ.
പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു. സാർവത്രിക വോട്ടവകാശം അടിസ്ഥാനമാക്കിയല്ല ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 28 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 പിന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ജൂലൈ 1946 ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട രീതിയാണ് അടുത്തത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച 13 ഡിസംബർ 1946 ഈ പ്രമേയം ഭരണഘടനയുടെ പിന്നിലുള്ള അഭിലാഷങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഈ ലക്ഷ്യപ്രമേയം എന്ന് പിന്നീട് ഭരണഘടനയുടെ അഭിമുഖമായി മാറിയതാണ്. പിന്നെ ഭരണഘടന നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. അത് നോക്കി വെക്കാവുന്നതാണ്. പിന്നെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയെ പറ്റി പറയുന്നത് ജനസംഖ്യ അനുപാതികമായി ആണ് സീറ്റുകൾ അനുവദിച്ചത്. പിന്നെ ഒരു ഏകദേശ അനുപാതമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് പ്രവിശ്യ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ 292 സീറ്റുകൾ, നാട്ടുരാജ്യങ്ങൾ 93 സീറ്റുകൾ എന്നിങ്ങനെ അനുവദിച്ചിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് ജനസംഖ്യ അനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗങ്ങൾ തുടങ്ങിയവരാണ് ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഇദ്ദേഹം. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആയിരുന്നു NS മുഖർജി. പാകിസ്ഥാനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ അല്ലാതായത് 1947 ജൂൺ 3 പദ്ധതി അനുസരിച്ചാണ്. പിന്നെ പാകിസ്ഥാനിലെ അംഗങ്ങളുടെ പിന്മാറ്റത്തിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ന മാറ്റമാണ് അടുത്തതായിട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299 കുറഞ്ഞു എന്നതാണ് മാറ്റം വന്നത്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെന്ന് നിലവിൽ വീണ്ടും സമ്മേളിച്ചത് ഓഗസ്റ്റ് 14, 1947 വൈദേശിക ഭരണത്തിൻ്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പദ്ധതിയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നൽകിയ നേതാവാണ് ജവഹർലാൽ നെഹ്റു. പിന്നെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ഈ ഡോക്ടർ അംബേദ്കറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ദളിത് നീതിക്കായുള്ള പോരാട്ടക്കാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ സ്വതന്ത്ര ലേബർ പണ്ഡിതനും ബുദ്ധിജീവിയുമാണ്. സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകനാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരുന്നു. പിന്നെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ 1949 നവംബർ 26 ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നുണ്ട്. 1949 നവംബർ 26 അംഗീകരിക്കപ്പെട്ട ഭരണഘടന പാസാക്കിയത് 1950 ജനുവരി 24 ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിനായി വേണ്ടി വന്ന സമയം 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഈ 2 വർഷത്തിനും 11 മാസത്തിനും ഇടയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ആകെ യോഗം ചേർന്നത് 166 ദിവസങ്ങളാണ്. ഈ യോഗങ്ങളിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു. 1950 ജനുവരി 24 പാസാക്കപ്പെട്ട ഭരണഘടനയിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 284. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന 1950 ജനുവരി 26 ദേശീയ ഭരണഘടനാ ദിനം. നവംബർ 26 ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ ഉള്ളത് 72 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. പിന്നെ റിപ്പബ്ലിക്കാണ്. അടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തെ തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന 1950 ജനുവരി 26 പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ
പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. പിന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണഘടന രൂപീകരിക്കുന്നതും തമ്മിൽ അതിൽ മാറ്റം വരുത്തുന്നതും രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന മേഖലകളാണ് അടുത്തായിട്ട് പറയുന്നത്. ഇന്ത്യ സ്വീകരിക്കേണ്ടത് കേന്ദ്രീകൃത ഗവൺമെൻറ്റാണോ വികേന്ദ്രീകൃത ഗവൺമെൻറ്റാണോ എന്നതിനെ സംബന്ധിച്ചാണ്. പിന്നെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്, പിന്നെ നീതിന്യായ വിഭാഗത്തിൻ്റെ അധികാരം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, ഭരണഘടന സ്വത്തവകാശം ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് തുടങ്ങിയവയാണ്. പിന്നെ ഭിന്നാഭിപ്രായമൊന്നും കൂടാതെ പാസാക്കപ്പെട്ട ഭരണഘടനയിലെ ഒരു അനുച്ഛേദം സാർവത്രിക വോട്ടവകാശത്തെ സംബന്ധിച്ച അനുച്ഛേദമാണ്. പിന്നെ അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് പൊതുകാരണം പബ്ലിക് റീസൺ അടിസ്ഥാനമാക്കിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ വലിയ ഊന്നൽ നൽകിയത് ചർച്ചകൾക്കും യുക്തിസഹമായ വാദങ്ങൾക്കുമാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദീർഘമായ സംവാദങ്ങൾ വഴി ഭരണഘടനയിലെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നത് പൊതുകാരണത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. പിന്നെ നിർമ്മാണ സഭയുടെ ഒരു നിലപാട് ഇതിൽ പറയുന്നത്, നിങ്ങളുടെ നിലപാടുകളുമായി മറ്റുള്ളവർ ചേർന്ന് പോകണമെങ്കിൽ അവർ എന്തുകൊണ്ട് അതുമായി ചേർന്ന് പോകണമെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം എന്നതാണ് നിർമ്മാണ സഭയുടെ നിലപാട്. പിന്നെ 3 വർഷത്തിനിടയ്ക്ക് ഏകദേശം 114 ദിവസങ്ങൾ അംഗങ്ങൾ ചർച്ചയ്ക്കായി വിനിയോഗിച്ചു. പിന്നെ 2000-ഓളം ഭേദഗതികളാണ് ഈ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്നത്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ രേഖകളും സംഭാഷണങ്ങളും രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട്. ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ എന്ന പേരിൽ ഈ രേഖകൾ 12 വാല്യങ്ങളായി ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്.